ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് അഷൂർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് HTML സൈറ്റ് ഹോസ്റ്റ് ചെയ്യാന്നാണ് നോക്കുന്നത്. അതിനായിട്ട് അഷൂറിൻ്റെ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് സ്റ്റോറേജ് അക്കൗണ്ട് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ സ്റ്റോറേജ് അക്കൗണ്ട് ചൂസ് ചെയ്യുക. അതിൽ ക്രിയേറ്റ് കൊടുക്കുക. സബ്സ്ക്രിപ്ഷൻ ചൂസ് ചെയ്യണം. പിന്നെ റിസോഴ്സ് ഗ്രൂപ്പ് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ടെമ്പററി ആയിട്ട് ഒരു റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് അക്കൗണ്ടിന് നമുക്ക് അറിയാവുന്ന ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു പേര് കൊടുക്കുക. ബാക്കി എല്ലാ ഓപ്ഷനുകളും ഡിഫോൾട്ടായിട്ട് തന്നെ മതി, വേറെ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. ഇനി ക്രിയേറ്റ് കൊടുക്കാം. വീണ്ടും സ്റ്റോറേജ് ഗ്രൂപ്പിൽ പോയാൽ അറിയാൻ പറ്റും ക്രിയേറ്റ് ആയോ ഇല്ലേ എന്ന്. ക്രിയേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കാണിക്കുന്നുണ്ട്. ഇതാണ് സ്റ്റോറേജ് അക്കൗണ്ടിൻ്റെ ഹോം സ്ക്രീൻ. ഇതിൽ നമ്മൾക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഫസ്റ്റ് എനേബിൾ ചെയ്യണം. അതിനായിട്ട് സ്റ്റാറ്റിക് എന്ന് സെർച്ച് ചെയ്താൽ മതി. സ്റ്റാറ്റിക് വെബ്സൈറ്റ് ചൂസ് ചെയ്യുക. ബൈ ഡിഫോൾട്ടായിട്ട് ഇത് ഡിസേബിൾഡ് ആയിരിക്കും, എനേബിൾ ചെയ്യുക. നമ്മുടെ ഇൻഡെക്സ് ഫയലിൻ്റെ പേരും HTML എറർ ഫയലും രണ്ടിൻ്റെയും പേര് കൊടുക്കണം. index.html എന്നാണ് ഇൻഡെക്സ് ഫയലിൻ്റെ പേര്, അത് കൊടുത്തു. ഇത് ഓപ്ഷണലാണ്, error.html. സേവ് കൊടുത്തു. ഇനി നമുക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിനകത്ത് പോകണം. ഇതിൽ ഇതാണ് വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ലൊക്കേഷൻ. ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഇൻഡെക്സ് ഫയൽ അപ്ലോഡ് ചെയ്തു. ഓവർ റിവ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ കിട്ടും. ബ്രൗസ് ചെയ്യേണ്ടത് ഏത് URL ആണെന്ന് ഇതിൽ കാണിക്കും.
വീണ്ടും സ്റ്റാറ്റിക് വെബ്സൈറ്റിൽ ആണ് ഇതിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്.